നിഷ്പക്ഷ മാധ്യമങ്ങളെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്ന കുറച്ചധികം മുഖ്യധാരാ മാധ്യമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പറഞ്ഞു വരുമ്പോൾ വളരെ നിഷ്കളങ്കമായി സംസാരിക്കും. ഓരോ വിഷയങ്ങളെടുക്കുമ്പോൾ വളരെ മൂർത്തമായ ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് പോകും. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർ ചേർത്ത് നിർത്തിയിരുന്ന ഒരു കാലം കഴിഞ്ഞുപോയി. ഇപ്പോൾ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ സർക്കാരിനെയും പരമാവധി ഉപദ്രവിക്കുക, പരമാവധി ടാർഗറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും അവസാനം സംസ്ഥാനത്താകമാനം മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ, LDFിൻ്റെ പൊതുയോഗങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊന്നും അതൊരു വാർത്തയല്ല. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനം നടത്താൻ 3-4 തവണ വന്നു. അദ്ദേഹം വന്നിറങ്ങുന്നത് മുതൽ അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ കേരളത്തിലെ ഈ പറയുന്ന മാധ്യമങ്ങൾ പിറകെ ഉണ്ടായിരുന്നു. അദ്ദേഹം എവിടെ പോയാലും അത് വാർത്തയാണ്. പക്ഷെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി രാവിലെ അരമണിക്കൂർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നില്ല. അതേസമയം സ്വന്തം മുതലാളിക്ക് വേണ്ടി രാവ് എന്നോ പകലെന്നോ ഇല്ലാതെ പണിയെടുക്കാൻ ചില മാധ്യമങ്ങൾക്ക് കഴിയും. അങ്ങനെ വലിയ തോതിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമോ പൊതുയോഗങ്ങളോ ലൈവ് നൽകരുതെന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ തീരുമാനം. അതിനവർ ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി എന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, അല്ലാതെ മാധ്യമങ്ങളല്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നത് ആ നേതാവും അവരുടെ പാർട്ടിയുമാണ്, അല്ല മാധ്യമങ്ങളല്ല. അപ്പോൾ അവർ പറയുന്നത് എന്താണോ അത് ലൈവ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇന്നത് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്നത് ചെയ്യില്ല എന്നുള്ള വാശിയിലാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ. പരിപാടിക്ക് ശേഷം ഒരു ബൈറ്റ് കൊടുത്ത് ഒതുക്കണമെന്നാണ് പ്രമുഖ മാധ്യമങ്ങളുടെ മാനേജ്മെൻറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ എത്രയോ ദിവസമായി മുഖ്യമന്ത്രി ഈ ഒരു വാർത്താ സമ്മേളനവും അതുപോലെ തന്നെ ദിനേനയുള്ള പൊതുയോഗങ്ങളും നടത്തുന്നു. പ്രധാനമന്ത്രിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ എത്ര വിനീത വിധേയരായി നിന്ന് വാർത്ത കൊടുക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വലിയ പാടാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമോ അദ്ദേഹത്തിൻ്റെ പരിപാടികളോ കൊടുക്കാത്തവർ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അത് പൂർണ്ണമായും നൽകാൻ വലിയ താല്പര്യമാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന വാർത്താ സമ്മേളനങ്ങൾ തീരെ, മുഖ്യമന്ത്രിയുടെ മൈക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് പരിശോധന. മൈക്കിന് മൂളലുണ്ടോ, മൈക്ക് എരയ്ക്കുന്നുണ്ടോ, മൈക്ക് ചാടുന്നുണ്ടോ, ഇതൊക്കെയാണ് പോയിരുന്ന് നോക്കുന്നത്. അല്ലാതെ അദ്ദേഹം പറയുന്ന വാക്കുകളെ സംബന്ധിച്ചോ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചോ ഒരു താല്പര്യവും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു പരിധി കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ളത് തന്നെയാണ്, ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ പ്രതികരിച്ചു. അനുസരണയോടെ മുട്ടിലിഴയുന്ന മാധ്യമങ്ങളെയാണ് കേന്ദ്രത്തിന് ആവശ്യമെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. നിർഭയമായി കാര്യങ്ങൾ പറയുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നു. സംഘപരിവാറിൻ്റെ സ്തുതിപാഠകരായി മാറാത്ത എല്ലാ മാധ്യമങ്ങളെയും വേട്ടയാടുന്നു. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ചാനൽ ഉടമയ്ക്ക് വേണ്ടി ഇരുട്ട വെളുക്കെ പണിയെടുക്കുകയാണ് ഒരു പ്രമുഖ ചാനൽ. എന്നിട്ട് ഒരു ഭാഗത്ത് മാധ്യമ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ച് പക്ഷം ചേരുന്ന പ്രമുഖ ചാനൽ, മറുഭാഗത്ത് മുഖ്യമന്ത്രിക്കും CPMനുമെതിരായി വൈകിട്ട് വലിയ ഉപദേശമാണ്. CPMനെ ധാർമ്മിക മര്യാദ പഠിപ്പിക്കുന്ന തിരക്കിലാണ് മുതലാളിയുടെ ചാനൽ. അവരാകട്ടെ, ഈ പണിയെടുക്കുന്നവരാകട്ടെ, മുതലാളിക്ക് വേണ്ടി അടിമയെപ്പോലെ വെള്ളം കോരുന്നത് നമുക്ക് കാണാം. മറ്റേ ഭാഗത്ത് CPMനെ വലിയ രീതിയിൽ ഉപദേശിക്കുന്നതും ഒരു സംഘം ആൾക്കാരുമായി ഇരുന്ന് 8 മണിക്ക് ഉപദേശിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്രയോ മണിക്കൂറാണ് അവർ ലൈവ് ചെയ്യുന്നത്. അതേസമയം ഈ വിഷയങ്ങളിൽ കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഒന്ന് തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു AR കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്.